ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റമദാൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും. അപ്പം നമ്മൾ പകൽ സമയം കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രയറിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നേരെ ഈവനിങ് ആവുമ്പം കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും നല്ല ഫുഡ് നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. വറുത്തരച്ച കടലക്കറിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു സിമ്പിൾ കറിയാണ്. അപ്പം ഞാൻ പുട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് കുഴയ്ക്കാൻ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ വാട്ടിയിട്ടാണ് ഉണ്ടാക്കല്. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല അടിപൊളി പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെഷറിങ് കപ്പിൽ ഞാനൊരു 3 കപ്പ് വരെയൊക്കെയാണ് പൊടി ഉപയോഗിക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പിന് 3/4 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പൊടിപ്പിച്ച് വറുത്ത പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 കപ്പിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ലൊരു പരിപ്പോടെ ടേസ്റ്റിലുള്ളൊരു ഈസി സ്നാക്കാണ്. പിന്നെ അതേപോലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടലക്കറിക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം കടലക്കറിക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതായത് നാളികേരം വറുക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ അത് ചെക്കൗട്ട് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി കടലക്കറിയാണ് കേട്ടോ. അപ്പം നാളികേരമൊക്കെ വറുത്ത് കഴിഞ്ഞ് ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ അളവ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കൂടത്തൊന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടും. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലൊന്ന് ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കണം. അപ്പം അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് വേണം. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്നാക്കിലേക്കുള്ള സവാളയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഗ്രീൻ പീസ് വടയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള, ഒരു സവാളയും പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി, അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ മെഷർമെൻറ്റ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചോപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ എല്ലാ ഐറ്റംസും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു പകുതി കുക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് ജസ്റ്റ് 2 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കടല വേവിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് ഒരു ഇത്തിരി മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇഞ്ചി, സവോള, പച്ചമുളക്, പിന്നെ നമ്മൾ ചൂടാറിയ ഗ്രീൻ പീസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മുളക് പൊടി, ഒരു 2 ടീസ്പൂണ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴയ്ക്കാൻ പാകത്തിനാക്കിയിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നന്നായിട്ട് അതിൻ്റെ ഇഞ്ചിയുടെ മണക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സവാള ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഓവറായിട്ടൊന്നും വാടി കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല. നമ്മളിത് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിസിലടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ സവാള വാടുന്ന സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം അതൊന്ന്
അരച്ചെടുക്കണം. അപ്പം നാളികേരം അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് ടിപ്പ് എന്താ വെച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ആദ്യം നമ്മൾ വറുത്ത് വെച്ചതാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടും കേട്ടോ. മറ്റേ ചെറിയ തരിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും ഒരു ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കേട്ടോ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെ കടല 1/4 ഭാഗം വെന്താൽ അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിലും കൂടി അടിച്ചാൽ ഉള്ളിയൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ടാവും. എല്ലാം നല്ല മിക്സായിട്ട് ആ കടലയിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കടല വേവിച്ചിടുന്നേക്കാളും കുറച്ചുകൂടി നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മളൊന്ന് 2 വട്ടം തിരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ കൂടുതൽ സമയം അടിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ട പോലെ ആയിട്ടാവും പൊടി കിട്ടുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് 2 വട്ടം തിരിക്കുക. അപ്പം പൊടി അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുഴക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കടലയിലേക്ക് നമ്മൾ അരച്ച നാളികേരം അങ്ങ് തട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ അത് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. പുട്ടായതുകൊണ്ട് പണി എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും. അപ്പം പുട്ടൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അത് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓവറായിട്ട് അരിപ്പൊടി ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ നല്ല പണിയായിരിക്കും കേട്ടോ. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി, ഒന്ന് കയ്യിലൊന്ന് ഒതുങ്ങാൻ പാകത്തിന് മാത്രം. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ ആക്കിയെടുത്താലും കുഴപ്പമില്ല. നല്ല ഭംഗിയിലൊക്കെ ഷേപ്പ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഭംഗിയിലൊക്കെ ചെയ്തെടുക്കാം. സംഭവം എന്തായാലും നല്ല ടേസ്റ്റാണ്. ഒരു പരിപ്പോട്ടൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കിട്ടുക. പിന്നെ അതേപോലെ അധികം ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക. പിന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ്. അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.